ഹായ് ഫ്രണ്ട്സ്, സുഖമാണല്ലോ. നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ആരോമലിനോട് പറഞ്ഞേക്കുന്നത് ബീഫ് ബിരിയാണിയാണെന്നാണ്. നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ സോയാബീൻ നന്നായിട്ട് ഒന്ന് വെള്ളത്തിനകത്ത് തിളച്ച വെള്ളത്തിനകത്തിട്ട് കേട്ടോ ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ നമ്മുടെ പാൻ വെച്ചു, കടുക്, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് സാധാ നമ്മൾ മുട്ടക്കറിയോ ചിക്കൻ കറിയോ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ സോയാബീൻ ചെറുതായിട്ട് കുനുകുനാന്ന് ഞാൻ അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് അതൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേന് മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഞാൻ മൂപ്പിച്ചെടുത്തു. കുറേ നേരം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സോയാബീൻ ചെറുതായിട്ട് അരിഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഞാൻ വലുതായിട്ട് തന്നെ അങ്ങിട്ട് കുറച്ചൊക്കെ ചെറുതായിട്ട് അരിഞ്ഞുള്ളൂ. പിന്നെ അതെല്ലാം കൂടി ഇട്ടു ഒന്ന് വഴറ്റി എടുത്തു. ആദ്യം ഒരുമാതിരി റെഡ് കളറേ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കളർ തന്നെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്ന അരി ഇതാണ്ടേ തിളച്ച് വന്നു, അത് വെന്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ഉള്ള പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറിട്ട് ഇതാണ്ടേ ഫ്രൈഡ് റൈസ് റെഡിയായി. പിന്നെ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, സോയാ സോസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരോമലിന് വേണ്ടി മാത്രം ഇച്ചിരി മാറ്റി സോയാബീൻ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവൻ അവിടെ ഇവിടേക്കെല്ലാം പെറുക്കി വെക്കും. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു വിടുകയാണ് കേട്ടോ. അങ്ങനെ ആരോമലിൻ്റെ രാവിലത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അവൻ്റെ ടിഫിൻ ബോക്സിനകത്തോട്ട് വെച്ചു. അങ്ങനെ രാവിലെ 7 മണിക്ക് മുന്നേ, അതായത് ഒരു 5:45 ആയപ്പോഴത്തേന് പരിപാടിയെല്ലാം കഴിയും. അങ്ങനെ അവൻ്റെ ടിഫിൻ റെഡിയായി. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെയാണ്, അതാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബാഗെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ആശ എന്താണ്ട് അവിടെ നിന്ന് 6:45 ഉള്ളൂ, അവിടെ നിന്ന് ഷൂ പോളിഷ് ചെയ്ത് ഭയങ്കര ഇഷ്ടം. പിന്നെ 2 ബോട്ടിലിനകത്ത് വെള്ളം കൊടുത്തു വിടും. പിന്നെ ബാക്കി വന്ന റൈസ് ഞാൻ കഴിച്ചു.